إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 1972 UN ആരംഭിക്കുകയും 1974 മുതൽ ലോകമെമ്പാടും ആചരിച്ചു വരികയും ചെയ്യുന്ന ഒരു ദിനമാണ് പരിസ്ഥിതി ദിനാചരണം എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന ബോധം സമൂഹത്തിന് പകരുക എന്ന ലക്ഷ്യമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നമ്മളുടെ ഭൂമിക്കും മണ്ണിനൊക്കെ വിഘാതമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതിനെ ഒഴിവാക്കുകയും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങളുണ്ട്. മണ്ണും വായുവും വെള്ളവുമെല്ലാം സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണമുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമുണ്ട്. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തുള്ള മനുഷ്യർക്കും മറ്റു ജന്തു ജീവജാലങ്ങൾക്കുമെല്ലാം വസിക്കുവാൻ വേണ്ടി ഒരുക്കി തന്ന ഈ മണ്ണ്, ഈ ഭൂമി, ഇത് അള്ളാഹു നമുക്ക് സമ്മാനിച്ച, നമുക്ക് വസിക്കുവാനുള്ള ഒരു സ്ഥലമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്ഥാനവും സവിശേഷതയുമെല്ലാം മനുഷ്യൻ ഇവിടെയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുൻപ് നടത്തുന്ന ഒരു സംസാരം ഖുർആൻ നമ്മളോട് സൂറത്തുൽ ബഖറയിലൂടെ സംസാരിക്കുന്നുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് പറഞ്ഞ സന്ദർഭം, ഞാനിതാ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുവാൻ പോകുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ഖലീഫ എന്ന പദത്തിന് പല അർത്ഥങ്ങളും നമ്മൾ കൽപ്പിക്കാറുണ്ട് എങ്കിലും, പ്രതിനിധി എന്നും പകരക്കാരനെന്നും പല അർത്ഥങ്ങളും പറയാറുണ്ട് എങ്കിലും, സൂക്ഷ്മമായി അവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രയോഗം ഖലീഫ എന്നതു തന്നെയാണ്. അള്ളാഹു ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് നിശ്ചയിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉടനെ തന്നെ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ആ ഭൂമിയിലേക്ക് അവിടെ കുഴപ്പമുണ്ടാക്കുന്ന,
രക്തം ചിന്തുന്ന ഒരു സമൂഹത്തെ നീ പറഞ്ഞയക്കുകയാണോ പടച്ചോനെ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഖലീഫ എന്ന പ്രയോഗം കേട്ടപ്പോൾ തന്നെ മലക്കുകൾക്ക് മനസ്സിലായത് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാനും ഈ ഭൂമിയെ ഉപയോഗപ്പെടുത്തുവാനും അതിനെ സ്വന്തമാക്കുവാനും കൈകാര്യം ചെയ്യുവാനും എല്ലാം കഴിയുന്ന രീതിയിലുള്ള ഒരു സവിശേഷമായ സൃഷ്ടിയാണ് എന്ന് മലക്കുകൾക്ക് ആ ഖലീഫ എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. തീർച്ചയായും നമ്മൾ മറ്റുള്ള ഇവിടെയുള്ള ജന്തുജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ആളുകൾ തന്നെയാണ്. ലക്കും മാഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലും ആകാശത്തുമെല്ലാം ഉള്ളത് മുഴുവനായും ആത്യന്തികമായും നിങ്ങൾക്കു വേണ്ടിയാണ്, മനുഷ്യരെ നിങ്ങൾക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. മൃഗങ്ങളും പക്ഷികളും ഒന്നും ഈ ഭൂമിയെ ഉപയോഗിക്കുക വഴി ഇത് നാശമാവൂല. പക്ഷെ മനുഷ്യന്റെ കൈകടത്തലുകൾ, മനുഷ്യന്റെ അശ്രദ്ധ, മനുഷ്യന്റെ അപാകത അത് ഭൂമിക്ക് പരിക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമായി തന്നെ നമ്മളുടെ മുന്നിലുള്ളതാണ്. അങ്ങാടികൾ മനുഷ്യൻ വൃത്തികേടാക്കുന്നു, കൃഷിസ്ഥലങ്ങൾ അവിടെ പല രാസപരമായിട്ടുള്ള പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കളങ്കപ്പെടുത്തുന്നു. ജലസ്രോതസ്സുകളെ മനുഷ്യർ അവന്റെ വേസ്റ്റുകൾ വലിച്ചെറിയുവാനുള്ള വേസ്റ്റ് കുഴികളാക്കി കണ്ടുകൊണ്ട് അതിനെ നാശമാക്കുന്നു. വഴിയോരങ്ങളും പരിസരങ്ങളുമെല്ലാം മനുഷ്യൻ അശുദ്ധമാക്കുന്നു. വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു പരിസ്ഥിതി ദിനത്തിന്റെ UN-ന്റെ സന്ദേശമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മളെല്ലാവരും ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടുന്ന മതപരമായ ബാധ്യത എന്ന നിലയിൽ ഉൾക്കൊള്ളേണ്ടുന്ന ചില വിഷയങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കൃത്യമായ ഒരു കാര്യമുണ്ട്. വേസ്റ്റ് അങ്ങാടികളിൽ എറിയാൻ പറ്റുമോ? അതുപോലെ തന്നെ കുളങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റുകൾ കൊണ്ടുപോയി അവിടെ മലിനപ്പെടുത്തുന്നതിന് കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ആർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഒരു ഫിഖ്ഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. ലാ ദററ വലാ ദിറാറ, സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാകുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ കാര്യം ഇസ്ലാമിൽ പാടില്ല എന്ന് വളരെ ക്ലിയർ ആണ്. വിശദീകരണങ്ങൾ ഒട്ടുമേ ആവശ്യമില്ലാത്ത വളരെ ക്ലിയറായ പ്രയോഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല. ഈ ഭൂമിയിൽ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും അവർക്ക് സുരക്ഷിതമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അവയുടെ ജീവിതത്തിന് ഉപദ്രവകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ ഉപദ്രവകാരികളായ ജീവികളെ കൊല്ലുന്നതോ മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇവിടെയുള്ള എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വായിരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള ജന്തുക്കളുണ്ടല്ലോ, മൃഗങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇരുചിറകുകൾ വിടർത്തി പറക്കുന്ന പക്ഷികളുണ്ടല്ലോ, അവയൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് സ്കൂളുകളിലൊക്കെ പലപ്പോഴും വരുന്ന വഴികളിലൊക്കെ കാണുന്ന കാഴ്ചകൾ, സ്കൂളുകളിലൊക്കെ അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ കുട്ടികൾ മരങ്ങൾ നടുന്നു, അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായും അതും നമ്മളോട് ഒരു മതപരമായ ബാധ്യത എന്ന നിലയിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു മതത്തെ സ്വീകരിക്കുന്നവൻ എന്ന രീതിയിൽ നമ്മളുടെ മതപരമായ ബാധ്യത കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. മരങ്ങൾ ഉണ്ടാവുക എന്നത്, വനവൽക്കരണം ഉണ്ടാവുക എന്നത് അതിന്റെ അത്യാവശ്യം. വനനശീകരണത്തിന്റെ പ്രശ്നങ്ങൾ അതൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് നമ്മൾ വായിക്കേണ്ടത്. ഇദാ ഖാമത്തിസ് സാഅ, അന്ത്യദിനം വരാനിരിക്കുന്ന സമയമാണ് എന്ന് വിചാരിക്കുക.
ആ സമയത്ത് നിങ്ങൾ ഒരു തൈ നടുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അന്ത്യദിനം സംഭവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് നടുവാനുള്ള ഒരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. പലപ്പോഴും ആൾക്കാരൊക്കെ വിചാരിക്കും, ഇനി ഞാൻ എന്തിനാ നടുന്നത്, ഇത് പൂത്തു കായ്ച്ച് അതിന്റെ കനി കഴിക്കുവാൻ എനിക്ക് കഴിയില്ലല്ലോ. അത് നീ ആലോചിക്കേണ്ടതില്ല. നിനക്ക് കഴിയുമെങ്കിൽ, ഒരു മരം നടുവാൻ കഴിയുമെങ്കിൽ നീ അതിനെ നട്ടുപിടിപ്പിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹസനായ ഹദീസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. പലപ്പോഴും കൃഷി നഷ്ടമാണ്. പലപ്പോഴും കേരളത്തിലെ കൃഷി സംവിധാനങ്ങൾ പലപ്പോഴും നഷ്ടമുണ്ടാക്കാറുണ്ട്. വാഴകൃഷിയും മറ്റുമൊക്കെ പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ കൊണ്ട് നഷ്ടം സംഭവിക്കുന്ന പാവം കർഷകരുടെ വേദനകൾ, കഥകൾ, അവരുടെ കടങ്ങൾ, ആത്മഹത്യകൾ, അതെല്ലാം ഒരു നൊമ്പരമായി തന്നെ നമ്മളുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വിഷയീഭവിക്കാറുണ്ട്. അവിടെയും വിശ്വാസിയോട് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. ആയിരക്കണക്കിന് വാഴകൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതിന്റെ മുന്നിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കർഷകനോട് ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ, ഒരു കർഷകൻ അവൻ ഒരു കൃഷി നടുന്നു, ഒരാൾ ഒരു മരം നടുന്നു, എന്നിട്ട് ഫയകുലു മിൻഹു തൈറുൻ, അതിൽ നിന്ന് പക്ഷികൾ കഴിക്കുന്നു, ഔ ഇൻസാനുൻ, മനുഷ്യൻ അതിൽ നിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട കള്ളന്മാർ അതിൽ നിന്ന് കട്ടെടുക്കുന്നു, ഔ ബഹീമത്തുൻ, അതല്ലെങ്കിൽ കന്നുകാലികൾ, നാക്കാലികളും മൃഗങ്ങളും എല്ലാം അതിൽ നിന്ന് കഴിക്കുന്നു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, എങ്കിലും അവനതിൽ പുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോ നമുക്കത് നഷ്ടമാകുന്നില്ല എന്നതു തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഴക്കാലമാണ്, മഴക്കാലത്താണ് നമ്മളുള്ളത്. ഈ മഴക്കാലത്തിന് അനുകൂലമായ കൃഷികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പല കൃഷികളുണ്ട്. നമുക്ക് സ്ഥലങ്ങളുണ്ട്, മണ്ണുണ്ട്. അവിടെ പുല്ലു നിറഞ്ഞ് അവിടെ നാശമാക്കി വിടുവാനുള്ളതല്ല, മറിച്ച് അവിടെ ജീവിപ്പിക്കേണ്ടത്, ഇഹ്യാഉൽ അർദ് നടത്തേണ്ടത്, അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് അതിൽ കൃഷിയും മറ്റുമൊക്കെ ഉണ്ടാകേണ്ടത് അതൊരു ബാധ്യതയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം പരിസര ശുചിത്വം എന്നുള്ളത്. പരിസരം, നമ്മൾ വസിക്കുന്ന പരിസരം, അത് ശുചിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുക എന്നത് ഒരു മതപരമായ ബാധ്യതയും ഉത്തരവാദിത്വവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 10,000 പങ്കെടുക്കുന്ന മഹാസംഗമങ്ങളും സമ്മേളനങ്ങളും കഴിഞ്ഞു പോകുമ്പോഴും ആ പരിസരത്തുകൂടെ ഒരു മനുഷ്യനും മൂക്കുപൊത്തി പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് അവിടെ മാറ്റി തീർക്കുക എന്നത് പാടില്ല. ഒരു മുസ്ലിമിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അവന്റെ പരിസരത്തെ ശുദ്ധിയായി സൂക്ഷിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്, ഈമാനിന് 60ഓ 70ഓ ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിലെ ഏറ്റവും താഴ്ന്നത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കിക്കളയുക എന്നുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, തന്റെ പറമ്പിലെ വേസ്റ്റ് തന്റെ പറമ്പിന്റെ അപ്പുറത്ത് കിടന്നാൽ മതി എന്ന് മാത്രം ആലോചിക്കുന്ന ആളുകൾ, തന്റെ വീട്ടിലെ തന്റെ കുട്ടിയുടെ പാമ്പേഴ്സുകൾ മറ്റുള്ളവരുടെ പരിസരങ്ങളിലോ വഴിയോരങ്ങളിലോ ഒക്കെ വലിച്ചെറിഞ്ഞു പോകുന്ന ആളുകൾ, ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അറവുശാലയുടെ വേസ്റ്റുകൾ, ചിക്കൻ സ്റ്റാളുകളിലെ വേസ്റ്റുകൾ, അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതൊക്കെ സമ്പാദനത്തിന്റെ മാർഗമാണ്, ഉപയോഗിക്കാം. പക്ഷെ ഉപദ്രവിക്കരുത്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെയൊന്നും പരിസരങ്ങളിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് വൃത്തികേടാക്കുക എന്നത് പാടില്ല എന്നത് നമ്മളോട് പറയുന്നത് ഇസ്ലാമിന്റെ കൽപ്പനയായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വൃത്തികേടാക്കരുത്. ചില സ്ഥലങ്ങളിലൂടെയൊക്കെ ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് മൂക്കുപൊത്തി പോകേണ്ടതുണ്ടാകും. ചില സാമൂഹ്യ ദ്രോഹികളായ ആളുകൾ അവിടെ മൂത്രമൊഴിച്ചു വെക്കും, അവിടെ നാശമാക്കി വെക്കും, അവിടെ വൃത്തിഹീനമാക്കി വെക്കും. ഒരു മാന്യന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ഏരിയയെ പിടിക്കും. പാടുള്ള കാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്, 2 ശപിക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കാണ്, എന്താണ് റസൂലേ ആ 2 ശപിക്കപ്പെട്ട കാര്യങ്ങൾ? അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി ഔ ദില്ലിഹിം
മനുഷ്യർ നടന്നു പോകുന്ന വഴിയോരങ്ങളിലും മനുഷ്യർ തണൽ സ്വീകരിക്കുന്ന തണൽ മരങ്ങളുടെ ചുവട്ടിലും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്ത് ഉപദ്രവം ഉണ്ടാക്കുക എന്നത് ശപിക്കപ്പെട്ട കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുപോലെ ജലം സംരക്ഷിക്കുക എന്നുള്ളത് എത്ര മഴയുള്ള സമയമായാലും ഇസ്രാഫ് ഉണ്ടാകരുത് എന്നത് റസൂലിന്റെ കൽപ്പനയാണ്. ഒഴുകുന്ന നദിക്കരയിൽ നിന്ന് വുളു എടുക്കുമ്പോഴും അമിതവ്യയം ചെയ്യരുത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, ഇതൊക്കെ പറയുമ്പോഴും വ്യക്തി ശുചിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തൗബ ചെയ്യുന്നവരെയും വൃത്തിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു എന്നത് ഖുർആൻ പറഞ്ഞതാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ആ സ്ഥലം വൃത്തിയായിരിക്കണം, നമ്മൾ ഉടുത്ത വസ്ത്രം വൃത്തിയായിരിക്കണം, നമ്മളുടെ ശരീരം വൃത്തിയായിരിക്കണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. നമ്മളുടെ ആരാധനകളുടെ വിഷയത്തിൽ പോലും വൃത്തി അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. വുളു എടുത്തുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. വൃത്തിക്ക് തീർച്ചയായും അവിടെ പ്രാധാന്യമുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ശാരീരിക വൃത്തിയുമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയം, പ്രത്യേകിച്ചും കുട്ടികളായ വിദ്യാർത്ഥികളായ ആളുകളൊക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, 5 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കേണ്ടതായി കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 5 ഫിത്രത്തിൽപ്പെട്ട കാര്യങ്ങൾ, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട 5 കാര്യങ്ങൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഒന്നാമത്തത് അൽ ഖിതാൻ, അത് പിന്നെ മാർക്കം കഴിക്കുക എന്നുള്ള കാര്യം, അത് പിന്നെ ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത് അൽ ഇസ്തിഹ്ദാദ് എന്നുള്ളതാണ്. ഗുഹ്യഭാഗത്തുണ്ടാകുന്ന രോമങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു കൗമാര പ്രായത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. വതഖ്ലീമുൽ അദ്ഫാർ, നഖം വെട്ടുക എന്നുള്ളത് നഖമെല്ലാം മുറിച്ചു കളയാനുള്ളതാണ്. അത് ചില നഖങ്ങൾ വളർത്തി വെച്ച് അങ്ങനെയുള്ള രീതിയും ഫാഷനും ഒന്നും പാടില്ല. ഇസ്ലാം വിലക്കിയതാണ്, മുറിച്ചു കളയേണ്ടതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വനത്ഫുൽ ഇബ്തി, കക്ഷത്തിലെ മനുഷ്യന്റെ കക്ഷത്തിൽ വളരുന്ന രോമങ്ങൾ അത് അങ്ങനെ വളർത്താനുള്ളതല്ല, അത് വടിച്ചു കളയാനുള്ളതാണ്, അത് മാലിന്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. മീശ വളർന്ന് അമിതമായി പടർന്ന് അതിനെ ഇങ്ങനെ വിരിച്ചു വെച്ച് നടക്കുക എന്നുള്ള രീതിയൊന്നും പാടുള്ളതല്ല. മീശ ചെറുതാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഇതെല്ലാം നമ്മളുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. വൃത്തി എന്നത്, പരിസര ശുദ്ധി എന്നത് അതൊരു മതബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. നമ്മളുടെ കൈകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് നമ്മളുടെ ബാധ്യത തീർത്ത് പോകുന്നതിന് പകരം അതിനെയൊക്കെ നിക്ഷേപിക്കുവാനുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കേണ്ടത് എന്റെ മതപരമായ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുന്നതോട് കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അതിന്റെ മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അത് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ഇതെനിക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നും ഇതിനെതിരായി പ്രവർത്തിക്കുന്നത് പാപമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ളലിസ് സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഈ വിടവുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ കയറിയിരുന്നാൽ പിന്നാലെ വരുന്ന ആളുകൾക്കത് സൗകര്യമായിരിക്കും. നമ്മൾ മരങ്ങളും മറ്റുമൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്, ആ കൃഷിക്ക് വളം നൽകാറുണ്ട്, അതിൻ്റെ കള പറിക്കാറുണ്ട്. പക്ഷേ നമ്മളാണോ യഥാർത്ഥത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ വളമിടുന്നു, നാം കള പറിക്കുന്നു, നാം അതിനെ പരിചരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ,
നാം ആണോ അതിനെ ആ കൃഷിയോഗ്യമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, അതോ നിങ്ങളാണോ എന്ന ചോദ്യമുണ്ട്. തീർച്ചയായും ഇത് അള്ളാഹുവാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുക, അതിനുവേണ്ട കാര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹുവാണ് അതിൽ നിന്ന് നമുക്ക് കൊയ്തെടുക്കുവാനുള്ള ധാന്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി തരുന്നത്. ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഓരോ ഭക്ഷണവും നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോ ഇത് ഞാൻ പണം കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന ബോധമല്ല, മറിച്ച് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി. മനുഷ്യർ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അന്നോ സ്വബബിനൽ മാ അസ്വബ, ആകാശത്ത് നിന്ന് നാം മഴ ചൊരിഞ്ഞു തന്നിട്ട്, സുമ്മ ശഖഖനൽ അർദ ശഖ, പിന്നീട് ആ ഭൂമിയെ കീറി മാറ്റി അതിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ മുകുളങ്ങൾ വളർന്നു വന്ന്, ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ധാന്യങ്ങൾ, മുന്തിരി, പച്ചക്കറി, എണ്ണ, ഒലീവ്, അതുപോലെ തന്നെ ഈത്തപ്പഴം, ഇങ്ങനെ തുടങ്ങി പിന്നെ കൃഷി നിങ്ങൾക്ക് ഇടതൂർന്നിട്ടുള്ള തോട്ടങ്ങൾ, ഫലങ്ങൾ, പുല്ല്, ഇതെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ഇതൊന്നും നമ്മളുടേത് മാത്രമല്ല, നമ്മളുടെ വയലുകളിൽ നിറഞ്ഞു വിളയുന്ന നെല്ലും മറ്റു കാര്യങ്ങളും മറ്റു വസ്തുക്കളും പച്ചക്കറികളും ഒക്കെ തീർച്ചയായും അത് അള്ളാഹുവിന്റെ സമ്മാനമാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഓഹരിയുണ്ട്, അള്ളാഹു സമ്മാനിച്ചതാണ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വിളവ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. കുലു മിൻ സമരിഹി, അതിന്റെ പഴങ്ങളിൽ നിന്ന്, അതിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഇതാ അസ്മറ, അത് മൂത്തു പാകമായി നിങ്ങൾക്കത് കഴിക്കുവാൻ പാകമായി കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ അതിനെ കൊയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള സകാത്തിന്റെ അവകാശികൾക്ക് അതിൽ നിന്ന് അവരുടെ അവകാശങ്ങൾ നൽകുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അപ്പോ ഇതെല്ലാം ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ എല്ലാം ദാതാവായ ഈ കൃഷിയും ഈ അന്നവും ഈ സൗകര്യങ്ങളും എല്ലാം ഈ അനുഗ്രഹങ്ങളുമെല്ലാം നമുക്ക് സമ്മാനിച്ച അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ് ഇതെല്ലാം പൂർണ്ണമാകുന്നത്. അവന് മുന്നിൽ ശുക്ർ ചെയ്യുക എന്നതിലേക്കാണ് ഈ അന്വേഷണങ്ങളെല്ലാം നമ്മളെ എത്തിച്ചേർക്കേണ്ടത്. ഇതെല്ലാം ഈ അന്നവും ഈ സൗകര്യങ്ങളൊക്കെ പടച്ചോനാണ് തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് മുന്നിൽ വിനീതമാകുന്നതിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള നന്ദിയുള്ളവരായി മാറുന്നത്. ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ. ഇതെല്ലാം തിരിച്ചറിയുന്ന മനുഷ്യൻ അവൻ അല്ലാഹുവിന് നൽകേണ്ടത് ബലില്ലാഹ ഫഅബ്ദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരായി മാറുക എന്ന സന്ദേശം തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് കൃത്യമായുള്ള അറിവും ബോധവുമുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.